ശ്രീ രാജേന്ദ്രൻ, മന്ത്രി എൻ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പോയപ്പോൾ എല്ലാവരും നോക്കിയിരുന്നതാണ് ആ മന്ത്രി കസേര ആർക്ക് കിട്ടും. എല്ലാവരും ചർച്ച ചെയ്തതാണ്, മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ചർച്ച ചെയ്ത് ആ സീറ്റിൽ സച്ചിൻ ദേവ് വരുമെന്ന്. മേയർ ആര്യയുടെ ഭർത്താവ് സച്ചിൻ ദേവ് വരുന്നു. പക്ഷെ ഇന്ന് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വയനാട്ടിൽ നിന്ന് വന്ന MLA കേളു ആ സ്ഥാനത്ത് വന്നിരിക്കും. പക്ഷെ സച്ചിൻ ദേവിനെ പരിഗണിച്ചിട്ടില്ല. അതിനുള്ള കാരണം അന്ന് നടന്ന മേയറും ഭർത്താവ് സച്ചിൻ ദേവും തമ്മിലുള്ള യദുവിനെതിരെ നടന്ന ആ ഒരു ഡ്രാമ അല്ല നാടകമായിരുന്നു. അല്ല, തീർച്ചയായിട്ടും സച്ചിൻ ദേവിനെ തന്നെയാണ് പരിഗണിച്ചിരുന്നത്. സച്ചിൻ ദേവ് മന്ത്രിയാവാൻ വരുന്നത് കയ്യിൽ വന്ന മഹാലക്ഷ്മിയെ തട്ടിത്തെറിപ്പിച്ചു സച്ചിൻ ദേവ് തന്നെ ചെയ്തു, മേയറെ സപ്പോർട്ട് ചെയ്തു. അതാണ് സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റം തീർച്ചയായിട്ടും അദ്ദേഹം വളരെ അൺപോപ്പുലറായി, തന്റെ ഭാര്യയായ മേയറെ പോലെ. അങ്ങനെ അൺപോപ്പുലർ ആയതിന്റെ ഫലമായിട്ട് ഇദ്ദേഹം മന്ത്രിയായിരുന്നാൽ ജനങ്ങളുടെ കൂടുതൽ എതിർപ്പ് CPM ഉണ്ടാകും. ഈ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ മറ്റൊന്നിന്റെ പ്രതിധ്വനി കൂടിയാണ്. അതായത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് CPMന്റെ നേതൃയോഗം, അതായത് സ്റ്റേറ്റ് കമ്മിറ്റി യോഗം, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പങ്കെടുക്കുന്നു, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം, ഇതിലൊക്കെ വന്ന ശരിക്കും പിണറായി വിജയനെതിരായിട്ടൊരു വികാരം ഈ നേതൃയോഗത്തിൽ വന്നു. ആ വികാരത്തിന്റെ കൂടി പ്രതിഫലനം. അപ്പൊ ഇനി കൂടുതൽ പാർട്ടിയുടെ ശക്തരായിട്ടുള്ള നേതാക്കന്മാരെ പിണക്കേണ്ട എന്ന് കരുതിയാണ് അൺപോപ്പുലർ ആയിട്ടുള്ള വേറൊരു തീരുമാനം കൂടെ. ജനങ്ങളുടെ ശകാരമേൽക്കേണ്ടി വരുന്ന ഒരു മന്ത്രിയെ കൂടി മന്ത്രിസഭയിലേക്ക് ശ്രീ K രാധാകൃഷ്ണൻ നിയുക്ത MP പകരമായിട്ട് എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് സച്ചിൻ ദേവിനേറ്റ ഒരു അടി തന്നെയാണ്. സച്ചിൻ ദേവ് പാളയത്ത് KSRTC കണ്ടക്ടറോട്, ഡ്രൈവറോട്, യാത്രക്കാരോട് നടത്തിയ പെരുമാറ്റ ദൂഷ്യത്തിന്റെ ഒരു തിരിച്ചടി തന്നെയായിട്ടേ കണക്കാക്കാൻ പറ്റൂ. അത് അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഇനി അങ്ങനെ മുഖ്യമന്ത്രിക്ക് തന്നിഷ്ടപ്രകാരമൊന്നും തീരുമാനമെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പാർട്ടി അതിന്റെ സ്വാധീനവും അതുപോലെ തന്നെ ശക്തിയും മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിനും മേൽ പിടി ഉറപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു പരിണതി കൂടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം. കേളു പിന്നെ വയനാട്ടിൽ നിന്നുള്ള MLA ആണ്. തീർച്ചയായിട്ടും ആദിവാസികൾ ഏറ്റവും കൂടുതലുള്ള, അവരുടെ ശതമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല കൂടിയാണ് വയനാട്. ആ വയനാട്ടിൽ നിന്ന് വന്ന ഒരു മന്ത്രിയെ ഈ പാളയം സാഫിലിൻ മുമ്പിൽ വെച്ച് ഈ ബസ് തടഞ്ഞു നിർത്തിയില്ലായിരുന്നെങ്കിൽ ഈ കേളുവിന് പകരം സച്ചിൻ ദേവ് അല്ലേ മന്ത്രി കസേരിക്കേണ്ടത്? തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് ലഭിക്കുക പട്ടികജാതി പട്ടികവർഗ വകുപ്പല്ല. തീർച്ചയായിട്ടും ദേവസ്വം കൂടി അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. രാധാകൃഷ്ണന്റെ അതേ സ്ഥാനത്ത് അദ്ദേഹം അതേ അധികാരങ്ങളോട് കൂടി ഇരുന്നേനെ. അത് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. ആര്? അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ. അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ അത് മുഴുവൻ തട്ടിത്തെറിപ്പിച്ചു എന്ന് വേണം നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ ഇപ്പോ സച്ചിൻ ദേവിന് പകരം കേളു ആ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. അപ്പൊ എന്ന് മാത്രമല്ല, നിയമസഭയിലെ പ്രകടനവും വളരെ മോശമാണ് അദ്ദേഹത്തിന്. നിയമസഭയിൽ ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ ആ ബോംബ് പൊട്ടല്, ബോംബെന്ന് പറഞ്ഞാൽ ഇപ്പോ കണ്ണൂരിലുള്ളവർക്ക് വഴിയിൽ കാണുന്ന ഏതെങ്കിലും സാധനത്തിന് അടുത്തുകൂടി പോകാൻ പേടിയാണ്. സ്റ്റീൽ പാത്രങ്ങളുടെ രൂപത്ത്, അതുപോലെ തന്നെ ഐസ്ക്രീം കപ്പുകളുടെ രൂപത്തിലൊക്കെ ബോംബുകൾ ഇങ്ങനെ നിറയുക. കേരളം ഇങ്ങനെ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, അതായത് ഒരു വ്യവസായം തുടങ്ങിയിരിക്കുകയാണ് CPMന്റെ ആഭിമുഖ്യത്തിൽ. ബോംബ് നിർമ്മാണം അതിൽ കണ്ണൂര് അതിന്റെ കേളികൊട്ട് നടത്തിക്കൊണ്ടിരിക്കുക. പണ്ടേ ഉള്ളതാണിത്, കേളികൊട്ടെന്ന് പറയാനില്ല. അതിന്റെ ഒരു പ്രാഗൽഭ്യവും ഇതിൽ തെളിയിച്ചിരിക്കുകയാണ്. പല രൂപങ്ങളിൽ ഇങ്ങനെ ബോംബ് ഉണ്ടാക്കുക. ബോംബ് എന്തിനു വേണ്ടിയുള്ളതാണ്? മനുഷ്യന് കഴിക്കാനുള്ളതല്ല, പ്രാതലല്ലത്. സ്റ്റീൽ പാത്രത്തിൽ വെച്ച പ്രാതലോ ഉച്ചയൂണോ അല്ല, മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയുള്ള. അപ്പോൾ CPMന്റെ ആ മനുഷ്യരോടുള്ള സ്നേഹം, മനുഷ്യ സ്നേഹവും ജനാധിപത്യ ബോധവും എല്ലാം വ്യക്തമാവുന്നുണ്ടല്ലോ. അത്തരം സ്റ്റീൽ ബോംബുകൾ അവരുടെ ഗ്രാമങ്ങൾക്കടുത്ത് തന്നെ, പാർട്ടി ഗ്രാമങ്ങൾക്കടുത്ത് തന്നെ പാനു, അതുപോലെ തന്നെ ഇപ്പൊ മറ്റൊരു പ്രദേശത്താണ്. അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ധാരാളമായിട്ട് വെളിമ്പറമ്പുകളിലാണ് കൊണ്ട് നിക്ഷേപിക്കുക. വീടുകളിലെങ്കിലും വയ്ക്കാറില്ല. പോലീസ് ചിലപ്പോൾ കൈകാര്യം ചെയ്താലോ എന്ന് വിചാരിച്ച് വെളിമ്പറമ്പുകളിൽ ആളുകൾ പോകുമ്പോൾ ഒരു കൗതുകവും ഇങ്ങനെ കൊച്ചു കുട്ടികളായിരിക്കും എടുക്കുക, എന്നിട്ട് ജീവൻ തീർന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ബോംബ് പൊട്ടും, ആ കുട്ടി മരിക്കും. എന്തൊരു ഭീകരമായിട്ടുള്ള ഒരു ദുർനടപടിയാണിത്. ഇതിന് ഒരു അടിയന്തര പ്രമേയം പോലും അനുവദിക്കാതാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുടെ ജീവന് ഹാനി വരുത്തുന്ന തരത്തിലുള്ള, അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ഇത്തരം വ്യവസായങ്ങളില് CPMക്കാര് അവിടെ അഭിരമിക്കുകയാണ്. അവരെ RSSക്കാരെ കൊല്ലാൻ വേണ്ടിയാണ് പണ്ട് ഈ ബോംബുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഇപ്പോ ആരെ കൊല്ലാൻ വേണ്ടിയാണെന്നുള്ളത് നമുക്കറിയില്ല. അത് തന്നെയാണോ, അങ്ങനെ BJPയുടെ വളർച്ച തടയാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. അതെന്തായാലും വളരെ ജനാധിപത്യത്തിന് നിരക്കുന്നതല്ല.
ഇത് പിന്നെ കൊലയാളി രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ കൂട്ടുവാൻ എന്തായാലും വേണ്ടി പാളയത്ത് വെച്ച് മേയർ ആര്യ രാജേന്ദ്രൻ കാണിച്ച ആ ഒരു സംഭവത്തിൽ നിന്നുകൊണ്ടാണ് മേയറുടെ ഭർത്താവിന് മന്ത്രിസ്ഥാനം തീർച്ചിരിക്കുന്നത്. മന്ത്രിസ്ഥാനം പോയി മേയർ സ്ഥാനം ഇപ്പോഴും ഉണ്ട്, പക്ഷെ മന്ത്രിസ്ഥാനം പോയി. നന്ദി ശ്രീ.